അപ്പോൾ ഇത് ചൊവ്വാഴ്ച എടുത്ത് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അന്ന് അപ്പം ഇടാൻ പറ്റിയില്ലേ. അപ്പോൾ രാവിലെ ദോശ, അതായത് അപ്പത്തിന് അരച്ചാണ്. അപ്പോൾ അവൾക്ക് ദോശ മാതിരി പറഞ്ഞ കാരണം ഞാൻ ദോശ വല്ലതും ചുട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ മീൻ തലേന്ന് വാങ്ങിയായിരുന്നു. അപ്പോൾ മീനും വറുത്തു, മുട്ടയും പൊരിച്ച് ചമ്മന്തിയാണ് അവൾക്ക് കൊടുത്തു വിടുന്നത്. അവൾക്ക് ചമ്മന്തി മുട്ട പൊരിച്ചതും അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ആണെങ്കിൽ ആ സൂര്യൻ്റെ നല്ല ചൂട് മുഖത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ അബിക്ക് കഴിക്കാനും കൊടുത്ത് പിന്നെ രാവിലെ എണീറ്റാണ് ചോറടപ്പത്തില്ല റൈസ് കുക്കർ ഇടയ്ക്ക് വെച്ചത്. അപ്പോൾ ചോറും വെന്തു കേട്ടോ. അപ്പോൾ അവർക്ക് കഴിക്കാനും കൊടുത്തു. അപ്പം അപ്പൂസിന് മുമ്പ് വെച്ചേക്കുന്ന ഉത്സവം കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ നല്ല പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി പോകുമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയല്ല അപ്പം തന്നെ കഴുകി പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ എനിക്ക് പനിയും കൂടി ആയതുകൊണ്ട് ഒരു സുഖലായ്മയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സോറി ഇരിക്കണത്. അപ്പം ഇന്നലെ കൊടുത്തൊരു വാട്ടർ ബോട്ടിൽ വെള്ളം അതേപടി ഞാൻ തിരുപ്പിട്ടു കേട്ടോ. എന്നാലും ഞാനത് കഴുകി അടുത്ത വെള്ളം കൊടുത്തു വിടാണ് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഒരാഴ്ചയായിട്ട് പനിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു സുഖമില്ലായ്മയൊക്കെയാണ്. പിന്നെ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ ഞാൻ കഴുകി വിട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ഇത്തിരി ചോറ് കഴിക്കുള്ളൂ കേട്ടോ. അത്രയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വഴക്ക് പറഞ്ഞ് അത്രയും കഴിക്കുമ്പോൾ വെച്ചേക്കണം കേട്ടോ. അപ്പം മുട്ടക്കത്തെ മുളകും ഒക്കെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം മീനിൻ്റെ ആണെങ്കിലും മുള്ളൊക്കെ മാറ്റി വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്ക് കഴിക്കാൻ നേരം എളുപ്പമുണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ കുരിശൊക്കെ വരച്ചിട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നാണ് സ്കൂൾ ബസ്സിൽ പോണത്. അപ്പോൾ ഇന്നലെ നമ്മൾ കൊണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് സ്കൂൾ ബസ്സിൽ ഫസ്റ്റ് ഡേ സ്കൂൾ ബസ്സിൽ പോണത്, അവിടുത്തെ സ്കൂൾ ബസ്സിൽ. അപ്പോൾ അപ്പൂസും അവൾക്കൊപ്പം ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പിൽ വന്നിട്ടുന്ന് ബസ് നോക്കി നിൽക്കുവാണേ. അപ്പോൾ നമ്മുടെ ഇതിനു മുമ്പ് പോയിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സും ഇപ്പോഴത്തെ സ്കൂൾ ബസ്സും ഒക്കെ ഏകദേശം ഒരു സമയമാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കൊക്കെ ആയിട്ട്. അപ്പം മുമ്പ് കൊണ്ടുവന്ന സ്കൂൾ ബസ് അപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോയിട്ടോ. അപ്പോൾ ചേട്ടന് അവളെ കണ്ടിട്ട് ടാറ്റയെ കാണിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ പോകണേ. അപ്പോഴത്തേക്കും നമ്മുടെ സ്കൂൾ ബസ് വന്നു. പക്ഷേ അത് ഫസ്റ്റ് ഡേ യൂണിഫോം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ യൂണിഫോം എടുത്തുകൊണ്ട് ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കി നിർത്തിയതേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കളർ ഡ്രസ്സിലായതുകൊണ്ടാണ് നിർത്താഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യത്തെ 2 ദിവസം പിടിക്കുമല്ലോ സ്കൂൾ ബസ് ടൈമിങ്ങും സ്റ്റോപ്പൊക്കെ കറക്റ്റായിട്ട് വരാനായിട്ട്. കാരണം പുതിയ കുട്ടികളിലൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ സമയം സ്റ്റോപ്പൊക്കെ കറക്റ്റായിട്ട് അതായിട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ അവർക്ക് ഇനി പിന്നെ അവർ നിർത്തിക്കോളും. അപ്പോൾ അവർക്ക് ബസ് സ്റ്റോപ്പും ഡീറ്റെയിൽസും എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൊച്ചിനെ സ്കൂൾ ബസ്സിൽ സ്കൂളിൽ ഇട്ടിട്ട് വന്നിട്ട് കുറച്ച് തുണി കഴുകി കിട്ടുന്നു. നല്ല വെയിലും നല്ല ചൂടും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് കേട്ടോ. ചേട്ടയി ഡ്യൂട്ടിക്കും പോയി, അഭിമോള് സ്കൂളിലും പോയി. അപ്പം അങ്ങനെ രാവിലത്തെ ചോറും കറിയൊക്കെ ആവുന്ന കാരണം അത്ര സമാധാനമാണ്. പിന്നെ ഇനി ബാക്കി പണികളൊക്കെ സാവധാനത്തിലൊക്കെ ചെയ്ത് തീർക്കണം. സ്കൂൾ ടൈം ഇപ്പോൾ 4 മണി വരെ ആയതുകൊണ്ട് വരുമ്പോൾ 4:45 ആവും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ.